Audio Jungle. വെൽക്കം ബാക്ക് ടു FTA വ്ളോഗ്. FTA വ്ളോഗിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള ക്ലാസ്സുമായിട്ടാണ് ഞാനും അമ്പിച്ചു ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് സോളിഡ് സ്റ്റേറ്റിന്റെ സ്ട്രക്ചറിനെ കുറിച്ചും സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ കുറിച്ചും അതിനെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതിനെ കുറിച്ചും അതിനകത്തുള്ള യൂണിറ്റ് സെല്ലിനെ കുറിച്ചും യൂണിറ്റ് സെല്ലിന്റെ ടൈപ്സ് ഓഫ് യൂണിറ്റ് സെല്ലിനെ കുറിച്ചും ഒക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഓക്കെ, എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് നമ്മൾ യൂണിറ്റ് സെല്ലിനകത്തുള്ള ക്ലോസ് പാക്കിംഗ് എന്നൊരു വിഷയത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത്. എങ്ങനെയാണ് സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്യുക, അതെങ്ങനെയാണ് അങ്ങനെ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനകത്ത് എങ്ങനെയാണ് വോയിഡുകൾ വരിക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് തീരുന്നത് വരെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് പോസ് ചെയ്ത് നിർത്തരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കാണണം, വെറുതെ ഓടിച്ചു വിടരുത്. കാരണം ഇത് നിങ്ങൾ പഠിക്കുന്ന ക്ലാസ്സാണ്. ലോക്ക്ഡൗൺ കാലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ക്ലാസ്സാണ്. ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഇയർഫോണൊക്കെ വെച്ച് പറ്റുമെങ്കിൽ വൈഡ് സ്ക്രീനിൽ നിങ്ങൾ മൊബൈലിൽ കാണുക. ഇനി ലാപ്ടോപ്പ് സംവിധാനം ഉള്ളവരാണെങ്കിൽ യൂട്യൂബ് ലാപ്ടോപ്പിൽ തുറന്നുകൊണ്ട് വലിയ സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഞാൻ കൊടുക്കുന്ന വീഡിയോകളും അതുപോലെ ഇമേജുകളൊക്കെ ക്ലാരിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സൗകര്യമുള്ളവരങ്ങൾ ചെയ്താൽ മതി, മൊബൈലുള്ളവർ മൊബൈൽ മാത്രം ഉപയോഗിച്ചാലും മതി. വൈഡ് സ്ക്രീനിൽ കാണുക, ഇയർഫോണും വെച്ച് കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അമ്പിച്ചു ഇവിടെ ഉണ്ട്. അമ്പിച്ചുവിൻ്റെ ഇന്നത്തെ വേറെ ഐറ്റം എന്ന് പറയുന്നത് മാജിക് ഒന്നും അല്ല കേട്ടോ. അമ്പിച്ചു ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വോയിഡിനെ കുറിച്ചുള്ള പഠിപ്പിക്കുകയാണ്. എന്താണ് വോയിഡ് എന്നതിനെ കുറിച്ചിട്ടാണ് അമ്പിച്ചു ഇന്ന് പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്പിച്ചു നമുക്ക് തുടങ്ങാം. ഓക്കെ, റെഡിയാണോ? യെസ്. അപ്പോൾ അമ്പിച്ചു ക്ലാസ് എടുക്കാൻ റെഡിയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സ്ഥിരമായി പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. അപ്പൊ അമ്പിച്ചു നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത് ഇന്റർസ്റ്റീഷ്യൽ വോയിഡ് ഓർ ഇന്റർസ്റ്റീഷ്യൽ ഗ്യാപ്പിനെ കുറിച്ചിട്ടാണ്. ഇറ്റ് ഈസ് ദി ഗ്യാപ്പ് ബിറ്റ്വീൻ ക്ലോസ്ലി പാക്ഡ് സ്ഫിയേഴ്സ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വോയിഡ്സ്. അതായത് സോളിഡിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മൾ വളരെ ക്ലോസ് ആയിട്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനിടയിൽ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഏതൊക്കെ തരത്തിലുള്ള ഗ്യാപ്പുകളാണ് ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ സെഷനിലെ ആദ്യത്തെ ഭാഗം. അപ്പോൾ നിങ്ങൾക്ക് സോളിഡ് എന്താണെന്ന് അറിയാമല്ലോ. സോളിഡിന്റെ സ്പേസ് ഫില്ലിംഗ് മോഡലിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. ദാ ഈ വീഡിയോ നോക്കൂ. ഇതൊരു സോളിഡിന്റെ സ്പേസ് ഫില്ലിംഗ് മോഡലാണ്. ഈ സ്പേസ് ഫില്ലിംഗ് മോഡലിനകത്ത് ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്. ആ പാർട്ടിക്കിളിനെ സ്ഫിയറുകളായിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ പാർട്ടിക്കിളിനെ സ്ഫിയറുകളായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ ഫ്രൂട്ട്സ് ഞാനിങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫ്രൂട്ട്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സോളിഡായ പാർട്ടിക്കിൾസിനെ സ്പേസ് ഫില്ലിംഗ് മോഡൽ മുഖേന നമ്മൾ ടച്ച് ചെയ്ത് വെക്കുകയാണ്. അപ്പൊ ടച്ച് ചെയ്ത് വെക്കുമ്പോൾ സാധ്യമായിട്ടുള്ള 4 തരത്തിലുള്ള ഗ്യാപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ അമ്പിച്ചു ഇവിടെ ഉണ്ട്. അമ്പിച്ചു ഈ ടൈപ്സ് ഓഫ് വേർഡ്സ് നിങ്ങൾക്ക് കാണിച്ചു തരും. അമ്പിച്ചു റെഡിയാണോ? അപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്ന വോയിഡ് എന്ന് പറയുന്നത് ഏത് വോയിഡാ? ട്രയാഗണൽ വോയിഡ്. ഏതാ വോയിഡ്? ട്രയാഗണൽ വോയിഡ്. അപ്പൊ അമ്പിച്ചു ഒന്ന് ട്രയാഗണൽ വോയിഡ് കാണിച്ചു കൊടുക്കൂ.
അപ്പോൾ അമ്പിച്ച് ഇവിടെ 3 ഫ്രൂട്ട്സ് അല്ലെങ്കിൽ 3 പാർട്ടിക്കിൾ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രൂട്ട്സിന്റെ പാർട്ടിക്കിൾ എന്നാണ് ഞാനിനി പറയുക. 3 സ്ഫിയറുകൾ 3 പാർട്ടിക്കിൾ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ടച്ച് ചെയ്ത പാർട്ടിക്കിൾക്കിടയിൽ സെൻട്രൽ കാണുന്ന ഈ വോയിഡിനെയാണ് ട്രയഗണൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഇതിന്റെ സെന്ററും ഇതിന്റെ സെന്ററും തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രയാങ്കിൾ കിട്ടും. അതുകൊണ്ടാണ് ഈ വോയിഡിനെ എന്ത് വിളിക്കുന്നത്? ട്രയഗണൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. ട്രയാങ്കിൾ വോയിഡ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 3 ടച്ചിങ് സ്ഫിയേഴ്സ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി പറയാൻ പോകുന്ന അടുത്ത വോയിഡാണ് ടെട്രാഹെഡ്രൽ വോയിഡ്. എന്താ വോയിഡ്? ടെട്രാഹെഡ്രൽ വോയിഡ്. അമ്പിച്ചു ടെട്രാഹെഡ്രൽ വോയിഡ് ഒന്ന് കാണിച്ചു കൊടുത്തു. ഓക്കെ, അമ്പിച്ചു 3 സ്ഫിയർ താഴെ വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിൽ ഒരു സ്ഫിയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 3 ടച്ചിങ് സ്ഫിയറിന്റെ മുകളിൽ ഒരു സ്ഫിയർ വരുമ്പോൾ ഉണ്ടാകുന്ന വോയിഡിന്, ഏത് വോയിഡ്? ഈ കാണുന്ന ഗ്യാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ടെട്രാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ് ഈസ് ഫോംഡ് ബിറ്റ്വീൻ 4 ടച്ചിങ് സ്ഫിയർ ആസ് ലൈക്ക് ദിസ്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ പ്ലേസിംഗ് 1 സ്ഫിയർ above 3 ടച്ചിങ് സ്ഫിയേഴ്സ്. Tetrahedral void is formed by placing 1 sphere above 3 touching spheres. Okay. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വോയിഡും പഠിച്ചു, ടെട്രാഹെഡ്രൽ വോയിഡ്. ഓക്കെ, നമ്മളപ്പോൾ 2 വോയിഡ് പഠിച്ചു, ട്രയാങ്കുലർ വോയിഡും ടെട്രാഹെഡ്രൽ വോയിഡും. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താ അമ്പിച്ചു? അടുത്ത പഠിക്കാൻ പോകുന്നത് ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. അമ്പിച്ചു പഠിച്ചു കേട്ടോ, ഒക്ടാഹെഡ്രൽ വോയിഡ് ആണ്. അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമ്പിച്ചുവിന്റെ കൂടെ ഞാനും കൂടി സഹായിക്കണം, എന്നാലേ ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അമ്പിച്ചു എന്താണ് ആക്കാൻ നോക്കാം. ആദ്യം വാ. അമ്പിച്ചു ഇവിടെ 3 സ്ഫിയറുകൾ ടച്ച് ചെയ്തിട്ട് വെച്ചു. ഇനി ഞാൻ ഇതുപോലെ വീണ്ടും 3 സ്ഫിയറുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചു. അതായത് അമ്പിച്ചു വെച്ചിരിക്കുന്നത് 3 സ്ഫിയറുകൾ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആണ്. ഇങ്ങനെയാണ് ട്രയാങ്കിൾ. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന 3 സ്ഫിയർ ഉണ്ടാക്കുന്ന ഒരു ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിൾ ഇൻവേഴ്സ് ആണെന്ന് പറയും. ഇതിൻ്റെ ഇൻവേഴ്സ് ആണ്. ഇത് ഇവിടെയാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ ഇത് നേരെ തിരിച്ച് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഈ ഇൻവേഴ്സ് ആയിരിക്കുന്ന ഈ ട്രയാങ്കിൾ എടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ 6 സ്ഫിയറുകൾക്കിടയിൽ ഉണ്ടാകുന്ന വോയിഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ഒക്ടാഹെഡ്രൽ വോയിഡ് എന്ന് വിളിക്കുന്നത്. താഴെ 3 ടച്ചിങ് സ്ഫിയർ ഉണ്ട്, മുകളിലും 3 ടച്ചിങ് സ്ഫിയർ ഉണ്ട്. താഴെ വെച്ചിരിക്കുന്ന ടച്ചിങ് സ്ഫിയറിന് മുകളിൽ വെച്ചിരിക്കുന്ന ടച്ചിങ് സ്ഫിയർ ഇൻവേഴ്സ് മാനറിലാണ്. ഒന്നുകൂടി കാണിക്കാം. ഇതാ ഞാൻ ഈ 3 സ്ഫിയർ മാറ്റിയിട്ട് നേരെ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നോക്കി ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്. ഈ ട്രയാങ്കിൾ ഇങ്ങനെയാണ് വരച്ചിരിക്കുന്നത്, ഈ ട്രയാങ്കിൾ നേരെ റിവേഴ്സിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നേരെ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ താഴെയുള്ള ഒന്നിൻ്റെ മുകളിൽ ഈ 2 എണ്ണം വരണം. ഈ ഭാഗത്ത് നോക്കൂ, താഴെയുള്ള ഒന്നിന് മുകളിൽ 2 സ്ഫിയർ. ആ രീതിയിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു വോയിഡിനെ വിളിക്കുന്ന പേരാണ് ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോഴെന്താണ് ഒക്ടാഹെഡ്രൽ വോയിഡ്? വോയിഡ് ഫോംഡ് ബിറ്റ്വീൻ 6 spheres, or we can say if 3 touching sphere is placed above 3 touching sphere in an inverse manner, in an invert manner, we get octahedral void. അപ്പോൾ ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കാൻ വേണ്ടി 4 സ്ഫിയർ വേണമെങ്കിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 6 സ്ഫിയർ വേണം. ട്രയാങ്കിൾ വോയിഡ് ഉണ്ടാക്കാനോ 3 സ്ഫിയർ. ഓക്കെ, യെസ്. ഇനി നമ്മൾ ലാസ്റ്റ് വോയിഡിലേക്ക് പോവാണ്. ലാസ്റ്റ് വോയിഡിന്റെ പേരാണ് ക്യൂബിക് വോയിഡ്. അപ്പൊ ക്യൂബിക് വോയിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടച്ചിങ് സ്ഫിയർ താഴെ വെക്കണം, 4 ടച്ചിങ് സ്ഫിയർ മുകളിലും വെക്കണം. ഓക്കെ, നമുക്ക് നോക്കാം. അമ്പിച്ചു ഒന്നുണ്ടാക്കും. അമ്പിച്ചു ഇവിടെ 4 സ്ഫിയറുകൾ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ 4 സ്ഫിയർ എടുത്തിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചു. ഇനി ഞാൻ ഇങ്ങനെ വെച്ച 4 സ്ഫിയർ എടുത്തിട്ട് നേരെ ഇതിന്റെ മുകളിൽ കയറ്റി വെക്കുന്നു. ഓക്കെ, അപ്പൊ 4 ടച്ചിങ് സ്ഫിയർ താഴെയുണ്ട്, 4 ടച്ചിങ് സ്ഫിയർ മുകളിലുണ്ട്. അങ്ങനെ ആകെ 8 ടച്ചിങ് സ്ഫിയർ ഒരു ക്യൂബ് പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ നടുവിൽ കാണുന്ന ഗ്യാപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്യൂബിക് വോയിഡ് എന്ന് വിളിക്കുന്നത്.
ഈ വോയിഡിനെയാണ് ക്യൂബിക് വോയിഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ക്യൂബിക് വോയിഡ് എന്നാൽ എന്ത്? വോയിഡ് ഫോംഡ് ബിറ്റ്വീൻ 8 spheres. How it is formed? By placing 4 touching spheres above 4 touching sphere. ഓക്കെ, അപ്പോൾ ടൈപ്സ് ഓഫ് വേർഡ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ടൈപ്സ് ഓഫ് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി വോയിഡ് ബിറ്റ്വീൻ ക്ലോസ്ലി പാക്ഡ് സ്ഫിയേഴ്സ്. അതാണ് അതിന്റെ ഡെഫിനിഷൻ. വാട്ട് ആർ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 types of words are there. ട്രയാങ്കിൾ വോയിഡ്, ടെട്രായിഡൽ വോയിഡ്, ഒക്ടായിഡൽ വോയിഡ്, ക്യൂബിക് വോയിഡ്. നിങ്ങളുടെ +2 സിലബസിൽ ടെട്രാഹൈഡൽ വോയിഡും ഒക്ടായിഡൽ വോയിഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അത് സ്ട്രെസ് ചെയ്ത് പഠിച്ചാൽ മതി. ഹൗ ടെട്രാഹൈഡൽ വോയിഡ് ഈസ് ഫോംഡ്? ബൈ പ്ലേസിംഗ് 1 sphere above 3 touching sphere. അതായത് ഇതാ ഇവിടെ നോക്കൂ, ഈ 3 സ്ഫിയറിന്റെ മുകളിൽ ഒരു സ്ഫിയർ വെക്കുന്നതാണ് ടെട്രാഹൈഡൽ വോയിഡ്. ഇതാണ് ടെട്രാഹൈഡൽ വോയിഡ്. ഓക്കെ, ഇനി വാട്ട് ഈസ് ഒക്ടാഹൈഡൽ വോയിഡ്? ബൈ പ്ലേസിംഗ് 3 touching sphere above 3 touching sphere in this manner. By placing 3 touching sphere above 3 touching sphere in an inverted manner. Inverted manner എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. The void formed between this gap is called octahedral void. Okay? ഇനി ഒരു ചെറിയൊരു കാൽക്കുലേഷൻസ് കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹൈഡൽ വോയിഡ് പോസിബിൾ ആവുന്നത് n സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ 2n നമ്പർ ആയിരിക്കും. ടോട്ടൽ നമ്പർ ഓഫ് ടെട്രാഹൈഡൽ വോയിഡ്സ് സാധ്യമാകുന്നത് n സ്ഫിയേഴ്സ് ഉണ്ടെങ്കിൽ 2n ആയിരിക്കും. മനസ്സിലായോ? അതായത് ഒരു 10 സ്ഫിയർ ഉണ്ടെങ്കിൽ അതിനകത്ത് സാധ്യമാകുന്ന ടെട്രാഹൈഡൽ എണ്ണം 2 × 10 20 ടെട്രാഹൈഡൽ വോയിഡ് ആയിരിക്കും. അതൊരു മാത്തമാറ്റിക്കൽ റിലേഷൻ ആണ്. അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്, പഠിച്ചു വെക്കുക. എന്നാൽ ടോട്ടൽ നമ്പർ ഓഫ് ഒക്ടാഹൈഡൽ വോയിഡ് സാധ്യമാകുന്നത് ആ സ്ഫിയറിന്റെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഉദാഹരണത്തിന് 10 സ്ഫിയർ ഉണ്ടെങ്കിൽ 10 ഒക്ടാഹൈഡൽ വോയിഡ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ ഭാഗം മനസ്സിലായോ? അതായത് n സ്ഫിയർ ഉണ്ടെങ്കിൽ നമുക്ക് സാധ്യമാകുന്ന ടെട്രാഹൈഡൽ വോയിഡിന്റെ എണ്ണം ഡബിൾ ആണ്, 2n ആയിരിക്കും. നമുക്ക് സാധ്യമാകുന്ന ഒക്ടാഹൈഡൽ വോയിഡിന്റെ എണ്ണം n ആയിരിക്കും. ആ ഒരു കാൽക്കുലേഷനും കൂടി പഠിക്കുക. ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ FTA വ്ലോഗിൽ അല്ലേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എൻ്റെ കൂടെ സഹായിച്ചത് നന്ദി കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. ക്ലോസ് പാക്കിംഗ് ഈസ് വെരി എസെൻഷ്യൽ ഫോർ പ്രൊവൈഡിങ് ഹാർഡ്നെസ് ആൻഡ് റിജിഡിറ്റി ടു ദ ക്രിസ്റ്റൽ. സോളിഡിന്റെ പ്രത്യേകത തന്നെ എന്താണ്? വളരെ ക്ലോസ് ആയ പാർട്ടിക്കിൾസ് ആണ്. അപ്പോൾ പാർട്ടിക്കിൾസിനെ എങ്ങനെ ക്ലോസ് ആയിട്ട് വെക്കും എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അത് വ്യത്യസ്ത ഡയമെൻഷനിൽ എങ്ങനെയൊക്കെ സാധ്യമാവാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് 1 dimensional ക്ലോസ് പാക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ 1 dimensional ക്ലോസ് പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ 4 സ്ഫിയർ വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് ഒരു ഡയമെൻഷൻ ഇങ്ങനെ മാത്രം വെക്കുകയാണെങ്കിൽ ഇതിനെയാണ് 1 dimensional ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. 1 dimensional ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്ത് ഈ സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് എത്ര സ്ഫിയർ ഉണ്ട്? 2 എണ്ണം. സോ കോർഡിനേഷൻ നമ്പർ ഈസ് 2. എന്താണ് കോർഡിനേഷൻ നമ്പർ? കോർഡിനേഷൻ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്ഫിയറിനെ ടച്ച് ചെയ്ത് നിൽക്കുന്ന മറ്റ് സ്ഫിയറുകളുടെ ആകെ എണ്ണം. ദ നമ്പർ ഓഫ് നിയറസ്റ്റ് ടച്ചിങ് സ്ഫിയേഴ്സ്. ടച്ചിങ് ആവണം, നിയറസ്റ്റ് ആയ പോലെ. നമ്പർ ഓഫ് ടച്ചിങ് സ്ഫിയർ ഇൻ എ ക്ലോസ് പാക്കിംഗ് ഈസ് കോൾഡ് കോർഡിനേഷൻ നമ്പർ. In 1 dimensional close packing, coordination number of this particle is 2. Okay? ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് 2 dimensional ക്ലോസ് പാക്കിംഗ് ആണ്. അപ്പം ഞാൻ 2 dimension കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 4 സ്ഫിയർ ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചു. വീണ്ടും ഒരു 4 സ്ഫിയർ ഞാൻ ടച്ച് ചെയ്ത് വെച്ചു. ഇതാണ് 2 dimensional ക്ലോസ് പാക്കിംഗ്. ഇതിനെന്തുകൊണ്ടാണ് 2 dimension എന്ന് വിളിക്കുന്നത്? ഇങ്ങനെയും ഡയമെൻഷൻ ഉണ്ട്. അതാണ് 2 dimension. അപ്പോൾ ഈ 2 dimension ക്ലോസ് പാക്കിങ്ങിൽ വെക്കുമ്പോൾ
രണ്ട് രീതിയിലുള്ള സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ സ്ഫിയറിൻ്റെ സെൻറ്ററും ഈ സ്ഫിയറിൻ്റെ സെൻറ്ററും നേരെ മൂന്നെണ്ണത്തിൻ്റെ നേരെ ഇങ്ങനെ ഒരു അലൈൻമെൻറ്റ് വരിക. ഇവിടെയും നേരെ നേരെ വരും. സെൻറ്ററിലെ പോയിന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരക്കാൻ പറ്റും. ഓക്കെ, അതായത് ഇതിന് ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള ഒരു അലൈൻമെൻ്റ് ഉണ്ട്. സെക്കൻഡ് റോ ആണിത്, തേർഡ് റോ ആണിത്. സെക്കൻഡ് റോ ഫസ്റ്റ് റോയുടെ നേരെ മുകളിൽ നേരെ വരികയാണെങ്കിൽ, ഇങ്ങനെ വരികയാണെങ്കിൽ, ദിസ് ടൈപ്പ് ഓഫ് 2-dimensional ക്ലോസ് പാക്കിംഗ് ഈസ് കോൾഡ് ആസ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്. എന്താണ് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ ഡെഫിനിഷൻ? ഇഫ് സെക്കൻഡ് റോ സ്ഫിയർ ഈസ് പ്ലേസ്ഡ് above ഫസ്റ്റ് റോ സ്ഫിയർ so that it have a horizontal and vertical alignment, then that type of close packing is called a 2-dimensional square close packing. ഇങ്ങനെ ഉണ്ടാക്കുന്ന 2-dimensional ക്ലോസ് പാക്കിങ്ങിൻ്റെ കോർഡിനേഷൻ നമ്പർ കണ്ടുപിടിക്കാം. നോക്കൂ, ഈ സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് എത്ര സ്ഫിയർ ഉണ്ട്? ഈ സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് എത്ര സ്ഫിയർ ഉണ്ട്? 1 2 3 4. ഇത് ടച്ച് ചെയ്യുന്നില്ല, ഇതും ടച്ച് ചെയ്യുന്നില്ല, ഇതും ടച്ച് ചെയ്യുന്നില്ല, ഇതും ടച്ച് ചെയ്യുന്നില്ല. 1 2 3 4. സോ കോർഡിനേഷൻ നമ്പർ ഓഫ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ഈസ് ഈക്വൽ ടു 4. ഇത് സ്ക്വയർ വരാൻ കാരണം ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു സ്ക്വയർ കിട്ടുന്നുണ്ട് അല്ലേ? 4 എടുത്തു കഴിഞ്ഞാൽ സ്ക്വയർ കിട്ടുന്നുണ്ട്. ഇതുപോലെ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ക്വയർ കിട്ടുന്നുണ്ട്, ഇങ്ങനെ സ്ക്വയർ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൻ്റെ കോർഡിനേഷൻ നമ്പർ 4 ആകുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ 2-dimensional ക്ലോസ് പാക്കിങ്ങിലെ സ്ക്വയർ ക്ലോസ് പാക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി 2-dimensional ക്ലോസ് പാക്കിങ്ങിന് ഒരു സാധ്യത കൂടിയുണ്ട്. അതാണ് ഇനി കാണിക്കാൻ പോകുന്നത്. ഇങ്ങോട്ട് നോക്കൂ, ഈ 4 ടച്ചിങ് സ്ഫിയറിന് നമ്മൾ ഈ 4 നേരെ ടച്ച് ചെയ്തിട്ടാണ് നേരത്തെ വെച്ചത്. ഇങ്ങനെ അങ്ങനെ വെക്കുന്നതിന് പകരം ഒന്ന് ഇങ്ങോട്ട് അനക്കിയിട്ട് ഈ ഡിപ്രഷനിലേക്ക് അമർത്തി വെക്കുക. കണ്ടില്ലേ? ഈ ഡിപ്രഷനിലേക്ക് നമ്മൾ ഇത് 4 അമർത്തി വെച്ചു. നേരത്തെ നമ്മൾ വെച്ചത് ഇങ്ങനെയായിരുന്നു, അപ്പോൾ വലിയൊരു ഗ്യാപ്പ് അവിടെ വരുന്നുണ്ട്. നമ്മൾ ഇനി ഇപ്പോഴും ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത്. ഇങ്ങനെ 4 ടച്ചിങ് സ്ഫിയറിൻ്റെ ഡിപ്രഷനിലകത്തേക്ക് അടുത്ത 4 ടച്ചിങ് സ്ഫിയർ സെക്കൻഡ് റോയിൽ വെക്കുന്നു. ഇനി ഈ ഡിപ്രഷനിലേക്ക് അടുത്ത 4 സ്ഫിയർ നമ്മൾ വെക്കുന്നു. ഇതുപോലെ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ക്ലോസ് പാക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. എന്തുകൊണ്ടാണ് ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്? എന്താ, ഈ സ്ഫിയർ നോക്കൂ, ഈ സ്ഫിയറിനെ ടച്ച് ചെയ്തിട്ട് 1 2 3 4 5 6 സ്ഫിയർ ഉണ്ട്. 6 സ്ഫിയറിൻ്റെ സെൻട്രൽ കണ്ടിട്ട് നമുക്കൊരു ഹെക്സഗണാണ് കിട്ടുക. ഇതുപോലെ ഹെക്സഗൺ കിട്ടും. ഹെക്സഗണൽ കണ്ടില്ലേ? ഇങ്ങനെ ഒരു ഹെക്സഗൺ, പെൻസിൽ റിംഗ് പോലെ ഹെക്സഗൺ കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ കോർഡിനേഷൻ നമ്പർ 1 2 3 4 5 6 ആണ്. ക്ലിയർ? ക്ലിയർ. അപ്പോൾ 2-dimensional ക്ലോസ് പാക്കിങ്ങിൽ 2 തരത്തിലുള്ള ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, 2 ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിൽ കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4 ആണ്. എന്നാൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് കോർഡിനേഷൻ നമ്പർ 6 ആണ്. എന്തുകൊണ്ടാണ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് വിളിക്കുന്നത് മനസ്സിലായല്ലോ? സെക്കൻഡ് റോ പ്ലേസ്ഡ് above ഫസ്റ്റ് റോ സോ ദാറ്റ് ഇറ്റ് ഹാവ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെന്റ്. എന്തുകൊണ്ടാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് വിളിക്കുന്നത് മനസ്സിലായല്ലോ? സെക്കൻഡ് റോ ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഡിപ്രഷൻസ് ഓഫ് ഫസ്റ്റ് റോ. ഓക്കെ, സോ ദാറ്റ് ഇറ്റ് ഹാവ് അറേഞ്ച്മെന്റ്. This type of square close packing also called as
എ എ എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഇത്തരം ക്ലോസ് പാക്കിങ്ങിനെ എ എ എ ക്ലോസ് പാക്കിംഗ് എന്നുകൂടി വിളിക്കും. കാരണം സെക്കൻഡ് റോ ഈസ് എക്സാക്ട്ലി ലയിങ് എബവ് ഫസ്റ്റ് റോ. സെക്കൻഡ് റോ ഫസ്റ്റ് റോയുടെ മുകളിൽ എക്സാക്റ്റ് ആയിട്ട് തൊട്ട് മുകളിൽ വരുന്നുണ്ട്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ അലൈൻമെൻ്റ് ഉള്ളതുകൊണ്ട് എക്സാക്റ്റ് ആയിട്ട് നേരെ മുകളിലാണ് വരുന്നത്. അതുകൊണ്ട് ഈ ലെയറിനെ എ എന്ന് വിളിക്കുമെങ്കിൽ ഈ ലെയറിനെയും എ എന്ന് വിളിക്കും. അതുകൊണ്ട് സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എ എ എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഇനി നമ്മൾ ഈ ഡിപ്രഷനിലേക്ക് അമർത്തിയിട്ടാണ് സെക്കൻഡ് റോ വെക്കുന്നതെങ്കിൽ ഈ ഫസ്റ്റ് റോനെ വിളിക്കുന്ന പേര് എ ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് റോയെ എ എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം നേരെ എക്സാക്റ്റ് ആയിട്ട് നേരെ മുകളിലല്ല, കുറച്ച് സൈഡിലേക്ക് മാറി ഡിപ്രഷനിലേക്ക് താഴ്ത്തിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലെയറിനെ എ എന്ന് വിളിക്കുമെങ്കിൽ ഈ ലെയറിനെ ബി എന്ന് വിളിക്കും. ഇനി ഒരു ലെയറും കൂടി വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അത് ഇതിന് നേരെ എക്സാക്റ്റ് ആയിട്ടാണ് വരിക, നേരെ ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് എ ആണെങ്കിൽ ഇത് ബി, ഇത് വീണ്ടും എ. അപ്പോൾ ഇതിനെ ഹെക്സണൽ ക്ലോസ് പാക്കിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് എ ബി എ പിന്നെ വീണ്ടും ബി, അങ്ങനെ വരും. എ ബി ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഇനി നമ്മൾ 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിലേക്ക് പോവുകയാണ്. എന്താണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്? അതിന് ലെങ്ത്തും വേണം, വിഡ്ത്തും വേണം, ബ്രെഡ്ത്തും വേണം, നീളവും വേണം, വീതിയും വേണം, ഉയരവും വേണം. വേണ്ടേ? ഓക്കെ. അപ്പോൾ 3 ഡയമെൻഷൻ ബിൽഡ് ചെയ്യുന്നത് 2 ഡയമെൻഷനിലാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 2 ഡയമെൻഷണൽ ആയിട്ടുള്ള 2 തരത്തിലുള്ള ക്ലോസ് പാക്കിംഗ് ഉണ്ട്. ഏതൊക്കെ? ഒന്ന് സ്ക്വയർ ക്ലോസ് പാക്കിംഗ്, മറ്റത് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് അല്ലേ? അപ്പം ഞാനിവിടെ എടുക്കുന്നത് ആദ്യം സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. ഇതൊരു സ്ക്വയർ ക്ലോസ് പാക്കിംഗ് ആണ്. എ എ എ എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. 2 ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. എ എ എ ടൈപ്പ് എന്ന് വിളിക്കാം. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ കൂടി വെക്കുകയാണ്. ഇതേപോലെയുള്ള ലെയർ ഒന്ന് മുകളിൽ വെക്കുന്നു, ഇതേപോലെയുള്ളത് മുകളിൽ വെക്കുന്നു, ഇതേപോലെയുള്ള മുകളിൽ വെക്കുന്നു. ഇതിനെ നേരെ വെർട്ടിക്കലി അലൈൻ ചെയ്തിട്ടാണ് വെക്കുന്നത്. ഇതിൻ്റെ സെൻറ്ററും മുകളിൽ വെക്കുന്നതിൻ്റെ സെൻറ്ററും നേരെ ആവുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നേരെ വെക്കുന്നു. ഇങ്ങനെ വെച്ചു. ഓക്കെ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലും ഇതുപോലെ വെക്കാം. ഇതിൻ്റെ മുകളിലും വെക്കാം. എക്സാക്ട്ലി ഫസ്റ്റ് ലെയർ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ സെക്കൻഡ് ലെയറും വെക്കുന്നത്. എങ്കിൽ ഈ രീതിയിലുള്ള 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിനെ വിളിക്കുന്ന പേരാണ് എ എ എ ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. അതായത് 3 ഡയമെൻഷനിലും എ എ എ ടൈപ്പ് ഉണ്ട്. കാരണം എന്താ? താഴെ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ തന്നെയാണ് മുകളിൽ നമ്മൾ സ്ഫിയർ ഇങ്ങനെ വെക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് എ എ ടൈപ്പ് സ്ക്വയർ ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കുന്നത്. ഇനി പറയാൻ പോകുന്നത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിൻ്റെ മുകളിലേക്ക് പുതിയ ലെയറുകൾ വരുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. ഇതൊരു ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ആണ്. ഈ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് നോക്കുമ്പോൾ കുറേ വോയിഡ്സ് കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ അതിൻ്റെ ട്രയാങ്കിൾ വോയിഡ്സ് ആണ്. കാരണം ഇത് ട്രയാങ്കിളാണ്, ഇത് ട്രയാങ്കിളാണ്, ഏത് നോക്കിയാലും ട്രയാങ്കിളാണ്. അതുകൊണ്ട് ഇത് ട്രയാങ്കിൾ വോയിഡ്സ് ആണ് ഈ കാണുന്നതൊക്കെ. ഈ ട്രയാങ്കിൾ വോയിഡ്സിൻ്റെ മുകളിലേക്ക് ഞാൻ സ്ഫിയർ വെക്കുന്നു. ഒരു സ്ഫിയർ ഇവിടെ വെച്ചു, അടുത്ത സ്ഫിയർ ഇവിടെ വെച്ചു, അടുത്ത സ്ഫിയർ ഇവിടെ വെച്ചു, അടുത്ത സ്ഫിയർ ഇവിടെ വെച്ചു. ഇത്രയും സ്ഫിയറുകൾ ഞാനിവിടെ വെച്ചു. ക്ലിയർ? യെസ്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സെക്കൻഡ് ലെയറിൽ നിന്ന് നോക്കുമ്പോൾ 2 തരത്തിലുള്ള വോയിഡുകൾ ഇവിടെ കാണാം. ഇതാണ് ഒന്നാമത്തെ ലെയർ, ഇതാണ് രണ്ടാമത്തെ ലെയർ. ഇനി ശരിക്കും ശ്രദ്ധിക്കണേ. ഈ വോയിഡ് എന്താ? ഈ വോയിഡ്, ഈ കാണുന്ന വോയിഡ് എന്താ? താഴെ 1 മുകളിൽ 3 എന്ന രീതിയിൽ ചിന്തിക്കൂ. എന്താണ്?
ടെട്രാഹെഡ്രൽ വോയിഡ് ആണ്. ഈ വോയിഡ് ശ്രദ്ധിക്കുക, ഈ വോയിഡ് താഴെ ഒന്ന് സെൻട്രൽ, ഈ സെൻട്രൽ ഒരു പാർട്ടിക്കിൾ കാണുന്നില്ലേ, അതിൻ്റെ മുകളിൽ 3 എണ്ണം. അപ്പോൾ എന്ത് വോയിഡാണ്? ടെട്രാഹെഡ്രൽ വോയിഡ്. ഇതാ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വോയിഡ് നോക്കുക. ഈ വോയിഡ് നോക്കുമ്പോൾ ഞാൻ ഇതങ്ങോട്ട് മാറ്റുകയാണ്. ഈ വോയിഡ് നോക്കുമ്പോൾ ഈ വോയിഡ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത് ടൈപ്പ് വോയിഡാണ്? ഒക്ടാഹെഡ്രൽ വോയിഡാണ്. ശ്രദ്ധിക്കൂ, ഇത് കണ്ടോ, ഞാൻ ഈ 3 സ്ഫിയറിനെ അങ്ങോട്ട് മാറ്റി വെച്ചു. തൊട്ട് താഴെയുള്ള 3 സ്ഫിയർ കണ്ടില്ലേ, 3 സ്ഫിയർ, അതിൻ്റെ മുകളിൽ ഞാനിതാ 3 സ്ഫിയർ കയറ്റി വെച്ചു. അപ്പം നേരത്തെ പറഞ്ഞത് മനസ്സിലായി, എന്ത് വോയിഡാണ് ഇത്? ഒക്ടാഹെഡ്രൽ വോയിഡ്. ക്ലിയർ? അപ്പോൾ ഇവിടെ ഇതെന്തുണ്ടാക്കുന്നു? ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കുന്നു. ഇവിടെ എന്തുണ്ടാക്കുന്നു? ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാക്കുന്നു. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി ശരിക്കും ശ്രദ്ധിക്കണേ, ഈ വോയിഡ് എന്താ? ടെട്രാഹെഡ്രൽ വോയിഡാണ്. അതിൻ്റെ മുകളിൽ 3ാമത്തെ ലെയർ വെച്ചു. ഈ ക്ലോസ് പാക്കിംഗ് വിളിക്കുന്ന പേരാണ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ബൈ പ്ലേസിംഗ് 3rd ലെയർ എബവ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. എന്താണ് പറയുക? ദിസ് ഈസ് കോൾഡ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ്. എങ്ങനെ ഉണ്ടാക്കിയത്? ബൈ പ്ലേസിംഗ് 3rd ലെയർ above a tetrahedral voids, by covering tetrahedral voids, by placing 3rd layer above tetrahedral voids, അല്ലെങ്കിൽ by covering tetrahedral voids എന്ന് പറയാം. ഓക്കെ, ഇതിലൂടെ നോക്കൂ, താഴെ ഒരു സ്ഫിയർ കാണുന്നുണ്ട്. ആ സ്ഫിയറിൻ്റെ മുകളിൽ 3 സ്ഫിയർ, അതിൻ്റെ മുകളിൽ 1 എങ്കിൽ ബൈ കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്സിനെ എ ബി എന്ന് വിളിക്കും. എ ബി എന്ന് വിളിക്കും. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഈ വോയിഡ് എന്താണ്? ഈ വോയിഡ്, അതായത് ഞാൻ ഈ വോയിഡാണ് നേരത്തെ ചോദിച്ചത്, കൺഫ്യൂഷൻ ആവണ്ട. ഈ വോയിഡാണ് നേരത്തെ ചോദിച്ചത്, കൺഫ്യൂഷൻ ആവണ്ട. ഇതാണ് നേരത്തെ പറഞ്ഞ ടെട്രാഹെഡ്രൽ വോയിഡ് ബൈ കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ് പറഞ്ഞു. ഇനി ഞാൻ ഈ വോയിഡ് അല്ല പറയുന്നത്, ഈ വോയിഡ് നോക്കുക. ഈ വോയിഡ് ടെട്രാഹെഡ്രൽ വോയിഡാണ്. ഈ വോയിഡ് എന്താണ്? ഈ വോയിഡ് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാനിത് അങ്ങോട്ട് മാറ്റി വെച്ച് നോക്കുക. നോക്കൂ, 3 സ്ഫിയർ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. 3 സ്ഫിയർ, താഴെയും 3 സ്ഫിയർ, 1 2 3, 1 2 3. അപ്പോൾ എന്താണ് വോയിഡ്? ഒക്ടാഹെഡ്രൽ വോയിഡ്. അപ്പോൾ ഇനി ഞാൻ സ്ഫിയർ വെക്കാൻ പോകുന്നത് ഇതിൻ്റെ മുകളിലാണ്, ബൈ കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. നേരത്തെ വെച്ചത് ഇവിടെയാണ് നേരത്തെ വെച്ചത്. ഇവിടെ വെക്കുമ്പോൾ അതെന്താ വിളിക്കുക? ബൈ കവറിംഗ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. ഇവിടെ വെക്കുമ്പോഴോ ബൈ കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ്. ഇനി നോക്കൂ, ഇവിടെ നേരെ താഴെ നോക്കൂ. താഴെ വല്ല പാർട്ടികളും ഇതിന് നേരെ താഴെയായിട്ട് കാണുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ താഴെയുള്ള ലെയർ എ എന്ന് വിളിക്കാം, ഈ ലെയർ ബി എന്ന് വിളിക്കാം. നേരെ ഇതിൻ്റെ മുകളിൽ വെക്കുമ്പോൾ ഇതിന് നേരെ താഴെയായിട്ട് ആരെയും കാണുന്നില്ല. അപ്പോൾ ഇത് വേറെ ലെയറാണ്, സി. അപ്പോൾ താഴെ ലെയർ എ, ഇത് ബി, ഇത് സി. എ ബി സി. ഇത് എ ലെയർ,
ഇത് ബി ലെയർ, ഇത് സി ലെയർ. കാരണം ഈ സി എന്ന് പറയുന്നത് താഴെയുള്ള എയുടെ മേലെയല്ല ഉള്ളത്, വെർട്ടിക്കലി അലൈൻ അല്ല, അലൈൻമെന്റ് ഇല്ല. സോ ദിസ് ടൈപ്പ് ഓഫ് ക്ലോസ് പാക്കിംഗ് ഈസ് കോൾഡ് ABC ടൈപ്പ് ക്ലോസ് പാക്കിംഗ്. ഫസ്റ്റ് ലെയറിൽ ഒരു വോയിഡേ ജനറേറ്റ് ചെയ്യുന്നുള്ളൂ, ട്രയാങ്കിൾ വോയിഡ്. സെക്കൻഡ് ലെയർ വെക്കുമ്പോൾ രണ്ട് ടൈപ്പ് വോയിഡ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ടെട്രാഡൽ വോയിഡും ഒക്ടാഡൽ വോയിഡും. അതുകൊണ്ട് തേർഡ് ലെയർ വെക്കുമ്പോൾ ബൈ കവറിംഗ് ടെട്രാഡൽ വോയിഡ് എന്നും ബൈ കവറിംഗ് ഒക്ടാഡൽ വോയിഡ് എന്നും പറയും. ക്ലിയർ? അപ്പോൾ ബൈ കവറിംഗ് ടെട്രാഡൽ വോയിഡ് ആണെങ്കിൽ ആ പാറ്റേൺ എന്ത് വിളിക്കും? AB എന്ന് വിളിക്കും. ഓക്കെ, ക്ലിയർ? എന്നാൽ ബൈ കവറിംഗ് ഒക്ടാഡൽ വോയിഡിലാണെങ്കിലോ അതിന് ABC ടൈപ്പ് എന്ന് വിളിക്കും. ബൈ കവറിംഗ് ടെട്രാഡൽ വോയിഡിന് AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കും. എന്നാൽ ബൈ കവറിംഗ് ഒക്ടാഡൽ വോയിഡ് ആണെങ്കിൽ ABC ടൈപ്പ് ക്ലോസ് പാക്കിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഈ AB ടൈപ്പ് ക്ലോസ് പാക്കിംഗ് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, HCP. അത് കാണിക്കുന്നത് മഗ്നീഷ്യം, സിങ്ക് തുടങ്ങിയ മെറ്റലുകളാണ്. അപ്പോൾ 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ഓവർ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ബൈ കവറിംഗ് ടെട്രാഡൽ വോയിഡ് ഈസ് റെപ്രസെന്റഡ് ആസ് AB and called as hexagonal close packing. An example is magnesium and zinc. Okay. ABC അതിന് വിളിക്കുന്ന പേരാണ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് CCP ഓർ ഫേസ് സെന്റേർഡ് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് FCC. അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് ബൈ പ്ലേസിംഗ് ഓവർ 2 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ബൈ കവറിംഗ് octahedral void. We get ABC pattern and it is called as cubic close packing. ആദ്യം ഞാൻ ഒരു സ്ഫിയർ വെച്ചു, അതിൻ്റെ മുകളിൽ 3 സ്ഫിയർ വെച്ചു. ഇപ്പോൾ ഈ സെൻറ്ററിൽ കാണുന്ന വോയിഡാണ് ടെട്രാഹിഡ്രൽ വോയിഡ്. അപ്പോൾ ഇനി തേർഡ് ലെയർ വെക്കുമ്പോൾ അതിനെ കവർ ചെയ്തിട്ട് ഞാനിതാ തേർഡ് ലെയർ വെച്ചു. അപ്പോൾ ഈ രീതിയിലുള്ള പാറ്റേൺ വിളിക്കുന്ന പേരാണ് ABA. ഇനി മുകളിൽ B ആയിരിക്കും വരിക. അമ്പിച്ചു ഒരു 3 ഇതിൻ്റെ മുകളിൽ വെച്ച് അമ്പിച്ചു കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ പിടിക്കും. അടിപൊളി, യെസ്, അടിപൊളിയല്ലേ? ഇതാണ് AB എന്ന രീതിയിൽ പോകുന്ന 3 ഡയമെൻഷണൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ് ബൈ കവറിംഗ് ടെട്രാഹിഡ്രൽ വോയിഡ്. ഓക്കെ, 3 സ്ഫിയർ വെച്ചു. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ 3 സ്ഫിയർ തല തിരിച്ച് വെച്ചു. അപ്പോൾ ഈ വോയിഡാണ് ഒക്ടാഹിഡ്രൽ വോയിഡ്. ഇനി അതിൻ്റെ മുകളിൽ തേർഡ് ലെയർ വെച്ചു. അപ്പോൾ ABC
ഇനി 3 സ്ഫിയർ എങ്ങനെ വെക്കും ഇതിന്റെ മുകളിൽ? ഇനി അടുത്ത എ വരിക. അമ്പിച്ചു ഒരു 3 സ്ഫിയർ കാണിച്ചു കൊടുക്കൂ. അതാ 3. ആ ഇതിന്റെ നേരെ ഓക്കെ. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ. അപ്പോ എ ബി സി എ, ഇനി അടുത്ത എന്തായിരിക്കും? ബി സി. ഇങ്ങനെയാണെങ്കിൽ എന്ത് വരിക? 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിംഗ് ഓവർ 2 ഡയമെൻഷണൽ ഹെക്സണൽ ക്ലോസ് പാക്കിംഗ് ബൈ കവറിംഗ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് എ ബി സി എ ബി സി. ഇതിനെയാണ് CCP അല്ലെങ്കിൽ FCC എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 തരത്തിലുള്ള വോയിഡിനെ കൺസ്ട്രക്ഷൻ കണ്ടില്ലേ? ഓക്കെ, അമ്പിച്ചു അങ്ങനെ താട്ടിട്ട് പറഞ്ഞൊക്കെ മനസ്സിലായോ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ഇന്നത്തെ ക്ലാസ് എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് ടൈപ്പ് ഓഫ് വോയിഡ്സ്. എത്ര തരം ടൈപ്പ് ഓഫ് വോയിഡ്സ് ഉണ്ടായിരുന്നു? 4 തരത്തിലുള്ള വോയിഡ്സ് ഉണ്ടായിരുന്നു അല്ലേ? ട്രയാഗണൽ വോയിഡ്, ടെട്രാഹെഡ്രൽ വോയിഡ്, ഒക്ടാഹെഡ്രൽ വോയിഡ്, ക്യൂബിക് വോയിഡ്. പിന്നെ എന്ത് പഠിച്ചു? ടോട്ടൽ നമ്പർ ഓഫ് വോയിഡ്സ് ഫോർ n സ്ഫിയേഴ്സ് എന്താണെന്ന് പഠിച്ചു. n സ്ഫിയർ തന്നാൽ ടെട്രാഹെഡ്രൽ വോയിഡ് 2n ആയിരിക്കും, ഒക്ടാഹെഡ്രൽ വോയിഡ് n ആയിരിക്കും. പിന്നെ എന്ത് പഠിച്ചു? 1 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് പഠിച്ചു. ശരിയല്ലേ? 1 ഡയമെൻഷൻ പഠിച്ചു. കോർഡിനേഷൻ നമ്പർ പഠിച്ചു. 2 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് 2 തരത്തിലുള്ളത് പഠിച്ചു. ഏതൊക്കെയാ? സ്ക്വയർ ക്ലോസ് പാക്കിങ്ങും ഹെക്സണൽ ക്ലോസ് പാക്കിങ്ങും. സ്ക്വയർ ക്ലോസ് പാക്കിന്റെ കോർഡിനേഷൻ നമ്പർ 4 ആണ്. ഹെക്സണൽ ക്ലോസ് പാക്കിന്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. സ്ക്വയർ ക്ലോസ് പാക്കിങ്ങിന് എ ടൈപ്പ് എന്ന് വിളിക്കും. ഹെക്സണൽ ക്ലോസ് പാക്കിങ്ങിന് എ ബി ടൈപ്പ് എന്ന് വിളിക്കും. മൂന്നാമത് എന്ത് പഠിച്ചു? 3 ഡയമെൻഷൻ ക്ലോസ് പാക്കിംഗ് പഠിച്ചു. അത് ഏതിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാം? 2 ഡയമെൻഷൻ സ്ക്വയർ ക്ലോസ് പാക്കിന്റെ മുകളിൽ ബിൽഡ് ചെയ്യാം. പിന്നെയോ 2 ഡയമെൻഷണൽ ഹെക്സണൽ ക്ലോസ് പാക്കിന്റെ മേലെ ബിൽഡ് ചെയ്യാം. 2 ഡയമെൻഷൻ സ്ക്വയർ ക്ലോസ് പാക്കിന്റെ ബിൽഡ് ചെയ്യുമ്പോൾ എ ടൈപ്പ് എന്ന് വിളിക്കും. എന്നാൽ 2 ഡയമെൻഷൻ ഹെക്സണൽ ക്ലോസ് പാക്കിന്റെ മേലെ ബിൽഡ് ചെയ്യുമ്പോൾ 2 സാധ്യതകൾ വരുന്നു. ഡിപ്പെൻഡിങ് അപ്പോൺ ദി വോയിഡ്. ബൈ കവറിംഗ് ട്രയാഗണൽ വോയിഡ് we get second layer, whereas while placing third layer we have to cover 2 voids. First one is tetrahedral void. It is called as by covering tetrahedral void, and the pattern is AB called as HCP. Okay, and the next one is by covering octahedral voids, and the pattern is called ABC, and it is called CCP or FCC. Clear? Bye bye. Like, share, subscribe.